റാപ്പർ വേടനെ അധിക്ഷേപിച്ച ഹിന്ദു ഐക്യവേദി. വേടൻ കഞ്ചാവിന് അടിമയെന്ന ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ആരോപിച്ചു. പട്ടികജാതിക്കാരെ വിഘടനവാദത്തിലേക്ക് തള്ളിവിടാനാണ് വേടനെ ഉപയോഗിച്ച് സർക്കാർ ശ്രമിക്കുന്നത്. വേടന്മാരുടെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും ശശികല. ആ ലങ്കൻ പുലികളുടെ രക്തദാഹവുമായി ശ്രീലങ്കൻ ഒറിജിനുമായി വന്ന് ഈ കേരളത്തെയും വിഘടിപ്പിക്കാം എന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കുന്നവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കണം. ഒരു സമൂഹത്തെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം. ഗോത്ര സംസ്കൃതി അതാണോ? പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്. അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്. അപ്പോ വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരിൽ അവസ്ഥ ഉണ്ടാക്കണം. അവരുടെ റാപ്പർ വേടനെ അധിക്ഷേപിച്ച ഹിന്ദു ഐക്യവേദി. വേടൻ കഞ്ചാവിന് അടിമയെന്ന ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ആരോപിച്ചു. പട്ടികജാതിക്കാരെ വിഘടനവാദത്തിലേക്ക് തള്ളിവിടാനാണ് വേടനെ ഉപയോഗിച്ച് സർക്കാർ ശ്രമിക്കുന്നത്. വേടന്മാരുടെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും ശശികല. ആ ലങ്കൻ പുലികളുടെ രക്തദാഹവുമായി ശ്രീലങ്കൻ ഒറിജിനുമായി വന്ന് ഈ കേരളത്തെയും വിഘടിപ്പിക്കാം എന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കുന്നവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കണം. ഒരു സമൂഹത്തെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം. ഗോത്ര സംസ്കൃതി അതാണോ? പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്. അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്. അപ്പോ വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരിൽ അവസ്ഥ ഉണ്ടാക്കണം. അവരുടെ